ഹാപ്പി സോൾസ്. സെൽഫ് ലവ് പ്രാക്ടീസിന്റെ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്ത് ഡേ 7 കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഡേ 8-ലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി 2 ആഴ്ച കൂടി ആയിരിക്കും നമ്മൾ മിറർ വർക്കിന്റെ പ്രാക്ടീസ് 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. സെക്കൻഡ് വീക്ക് നമ്മൾ ഇന്ന് ഹാപ്പി ആൻഡ് എനർജറ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഡേ 8. ഈ മിറർ വർക്ക് പ്രാക്ടീസിന്റെ ഒരു വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഡേ 8 എന്ന് പറയുന്നത്. ഈ ഡേ 8-ൽ നിങ്ങൾ പലപ്പോഴായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത ഒരാളോടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതാരായിരിക്കും എന്നല്ലേ ആലോചിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. മിറർ വർക്കിൻ്റെ ഡേ 8 ആകുന്ന സമയത്ത്, ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് വളരെ ഡേ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കുണ്ടായ ഒരു നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോൺ ആണ് ഡേ 8 എന്ന് പറയുന്നത്. അതായത് എൻ്റെ മനസ്സിൽ ഞാൻ പോലും അറിയാതെ, എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം. ഞാൻ പോലും അറിയാതെ കിടന്ന് എൻ്റെ സങ്കടത്തിൻ്റെയും എൻ്റെ ദേഷ്യത്തിൻ്റെയും എൻ്റെ വിഷമത്തിൻ്റെയും എൻ്റെ പരാതികളുടെയും എൻ്റെ കുറ്റബോധങ്ങളുടെയൊക്കെ ഉറവിടം അവിടെ നിന്ന് ആയിരുന്നു എന്ന് മനസ്സിലായത് ഡേ 8-ൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. നമ്മൾ ചെറുപ്പമായിരുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? എല്ലാം നമുക്ക് വണ്ടേഴ്സ് ആയിരുന്നു അല്ലേ. നമുക്ക് കാണുന്ന എല്ലാത്തിനും നമ്മൾ സന്തോഷിക്കുന്നു. നമ്മുടെ ഇമോഷൻസ് അതുപോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. നമുക്ക് കരച്ചിൽ വന്നാൽ നമ്മൾ കരയും, ദേഷ്യം വന്നാൽ നമ്മൾ ദേഷ്യപ്പെടും. പക്ഷെ വലുതായി വന്ന സമയത്ത് എപ്പോഴൊക്കെയോ നമുക്ക് ഇമോഷൻസ് അത്ര എക്സ്പ്രസ് ചെയ്യാൻ കൊള്ളാത്ത എന്തൊക്കെയോ സാധനമാണെന്നുള്ള ഒരു തരത്തിലുള്ള ബിലീവ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ അറിയാതെ രൂപപ്പെടുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ യാത്രയിലെ തിരക്ക്, മുന്നോട്ടുള്ള ഒരു ജീവിതത്തിലൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഹെൽത്തിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, ഫിനാൻസിലായിക്കോട്ടെ, എവിടെയുമായിക്കോട്ടെ, നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആളെ നിങ്ങൾക്ക് തിരികെ കിട്ടണം. നിങ്ങൾ ഈ ലോകം മുഴുവൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളെയാണ്. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. നമ്മളൊരു എംപ്റ്റിനെസ് ആണ് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് അല്ലേ. നമ്മൾ സ്ഥിരമായി നമ്മളെ അന്വേഷിച്ചുകൊണ്ടുള്ള നടപ്പിലാണ്. ആ നടപ്പിൽ നമുക്ക് എപ്പോൾ നമ്മളെ തിരികെ കിട്ടുന്നോ ആ സമയത്ത് നമുക്ക് കൈവന്ന് ചേരുന്ന ആ ഒരു സന്തോഷമുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും കുറ്റപ്പെടുത്തിയ, സ്ഥിരമായി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ എപ്പോഴും അറിയാം നമ്മൾ ജഡ്ജ് ചെയ്യും. എന്താ ഇങ്ങനെ, നീ എന്ത് ചെയ്താലും ശരിയാവത്തില്ല, നീ എന്താ ഇങ്ങനെ, നീ ഒരു മറവിക്കാരിയാണ്, നീ ഒരു മടിയനാണ്, മടിയത്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ സ്ഥിരമായി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ 2 പേരുണ്ട്. ഒന്ന് നമ്മളുടെ പാരൻ്റ് ആയിട്ടുള്ള നമ്മളും, നമ്മുടെ ഉള്ളൊരു കുഞ്ഞു കുട്ടിയാണ്. നമ്മളതിന് ഇന്നർ ചൈൽഡ് എന്നാണ് പറയുന്നത്. ഇന്നർ പേരൻറ്റ് ആൻഡ് ഇന്നർ ചൈൽഡ്. ഈ ഇന്നർ ചൈൽഡിനുണ്ടല്ലോ നമ്മൾ സ്ഥിരമായി അങ്ങ് വഴക്ക് പറഞ്ഞു ഒട്ടും കൊള്ളരുതാത്ത ഒരാളായിട്ടാണ് നമ്മൾ ആ ഇന്നർ ചൈൽഡിനെ വെച്ചേക്കുന്നത്. ഒന്ന് സങ്കല്പിച്ച് നോക്കി, നമ്മുടെ വീട്ടിൽ 5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. 5 വയസ്സുള്ള കുട്ടിയെ നമ്മളെല്ലാവരും ചേർന്ന്, വീട്ടിലെല്ലാവരും ചേർന്നല്ലേ, വീട്ടിലെ അമ്മ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. നീ ഒന്നും പറഞ്ഞ കേൾക്കത്തില്ല, പിടിവാശിക്കാരനാണ്, നീ ഒന്നും കൊള്ളത്തില്ല, ഒരു സൗന്ദര്യവുമില്ല, നിനക്കൊരു ആരോഗ്യമില്ല, നീ ഒന്നും കൃത്യസമയത്ത് ചെയ്യത്തില്ല, എല്ലാം വലിച്ചു വാരിയിടും. ഇങ്ങനെ പറഞ്ഞ് സ്ഥിരമായി ആ കുട്ടിയെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സ്നേഹത്തിൻ്റെ ഒരു വാക്കോ ഒരു സാന്ത്വനമോ ഒരു ലാളനയോ ഒന്നും, ഒരു പരിഗണനയോ ഒന്നും കിട്ടാതെ ആ കുഞ്ഞ് ആ വീട്ടിലവളുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥയുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റും. അതുപോലൊരു ഇന്നർ ചൈൽഡ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഇന്നർ ചൈൽഡാണ് സങ്കടപ്പെടുന്നത്. ആ ഇന്നർ ചൈൽഡാണ് കുറ്റം ചെയ്ത കുറ്റബോധത്തോടെ നിൽക്കുന്നത്. ആ ഇന്നർ ചൈൽഡാണ് ഭയക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഏതൊരു ഇമോഷൻ, ഇപ്പോൾ എൻ്റെ അടുക്ക സെഷൻസിനൊക്കെ വരുന്നവർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് എന്നിലൊരു വിശ്വാസവുമില്ല, എനിക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ മാറി നമുക്ക് എന്ത് ചെയ്താലും ബ്ലോക്കുകളാണ്. സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് എല്ലാ
അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹീലിംഗ് ടെക്നിക്കാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ആ ഉള്ളിലുള്ള കുട്ടിയെ സന്തോഷിപ്പിക്കുമ്പോൾ, അവളിലുള്ള ആ ഭയത്തെ എടുത്ത് മാറ്റിക്കളയുമ്പോൾ, ആ ഭയം മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സേഫ്റ്റി ഫീലുണ്ട്. നമ്മൾ സേഫാണ്, നമ്മൾ സന്തോഷമാണ്, ഞാൻ സുരക്ഷിതയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഇന്നർ ചൈൽഡിന് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക. കണ്ണാടിയിൽ കാണുന്ന, നമ്മളിപ്പോൾ കാണുന്ന, നേരിട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ആളെ അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബ്യൂട്ടിഫുള്ളായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ചെറുപ്പകാലത്തിൽ ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളൊരു സമയത്ത് ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. അത് മിററിൽ ഒട്ടിച്ചിട്ട് ആ വ്യക്തിയിലേക്ക്, ആ ഫോട്ടോയിലേക്ക് നോക്കാം. ഇനി ഫോട്ടോ ഇല്ല എങ്കിൽ സാരമില്ല. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ എൻ്റെ അകത്തുള്ള കുഞ്ഞു കുട്ടിയെയാണ് കാണാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലൊന്ന് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആളോട് നമുക്ക് ആ ഉള്ളിലിരിക്കുന്ന ആളെ കാണാനും ആ ഉള്ളിലിരിക്കുന്ന ആളോട് സംസാരിക്കാനും പറ്റും. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ ആ ആൾ ഹാപ്പിയാണോ, അത് സങ്കടപ്പെട്ടിരിക്കുകയാണോ, അതോ അവഗണന ഏറ്റെടുത്തിരിക്കുകയാണോ, അതോ കുറ്റബോധത്തിലാണോ, എന്താണെന്ന് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തെ മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുന്നു കൊണ്ട് മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ കുറച്ചുകൂടെ ചിലപ്പോൾ ഇമോഷണലി കുറച്ചുകൂടി ഇമോഷണലായി പോകും. നമ്മൾ ചിലപ്പോൾ കരയാൻ തോന്നും. ഒരു ടിഷ്യൂ പേപ്പറോ ടവലോ വെള്ളമോ ഒക്കെ അടുത്ത് വെച്ചിട്ടുണ്ടിരുന്ന ഈ ഒരു മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്ത് നല്ലതായിരിക്കും. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനൊന്നും പറയാമല്ലോ, പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ മിറർ വർക്ക് ചെയ്യുമ്പോൾ ഇരുന്നു കൊണ്ട്, വളരെ സാവധാനത്തിൽ ഇരുന്നു കൊണ്ട് കാര്യം നമ്മൾ വർഷങ്ങളിപ്പോൾ നിങ്ങൾക്ക് 60 വയസ്സുണ്ട്, അല്ലെങ്കിൽ 50 വയസ്സുണ്ട്, 40 വയസ്സുണ്ട്, എത്രയോ വയസ്സും ആയിക്കോട്ടെ, നിങ്ങൾ വർഷങ്ങൾക്കപ്പുറം, കാലങ്ങൾക്കപ്പുറം ആ ആളെ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വരെ യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ചെന്നിട്ട് ഇന്നർ ചൈൽഡ് മോളെ എങ്കിൽ വാ എന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ ചൈൽഡും വന്ന ചരിത്രമില്ല. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. അങ്ങോട്ട് നമ്മൾ ചെന്നാൽ ഉടനെ ആ ആൾ നമ്മളോട് കണക്ട് ചെയ്ത് വരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ എത്രമാത്രം സ്നേഹവും ക്ഷമയും ഫർഗീവ്നെസ്സും ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്നു, അത്രയും അനുസരിച്ച് ആ ആൾ നമ്മളിലേക്ക് തിരികെ കയറി വരത്തുള്ളൂ. അപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് ഇരിക്കുക. ആ കണ്ണാടിയിലേക്ക് നോക്കുക. കണ്ണാടിയിൽ കാണുന്ന ആ അത്ഭുത പ്രതിഭാസത്തോടെ, നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു പാരൻ്റായിട്ടുള്ള ആളെയല്ല നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, ഇന്നർ ചൈൽഡിനെയാണ് കാണാൻ പോകുന്നത്. ആ ആളോട് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഇന്നർ പാരൻറ്റും ഇന്നർ ചൈൽഡും കൂടെ ഒരു അമേസിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ആ കുഞ്ഞു കുട്ടിയോട് നമ്മൾ പറയേണ്ടത് ഐ ലവ് യു ഡിയർ വൺ എന്നാണ്. ഐ ലവ് യു സോ മച്ച്. നിനക്ക് വേണ്ടി ഇവിടെ ഞാനുണ്ട്. നീ സുരക്ഷിതയാണ്, നീ സേഫാണ്. ഇതുവരെ ഞാൻ നിന്നോട് അകന്നു നിന്നതിന്, നിന്നെ ശ്രദ്ധിക്കാതിരുന്നതിന്, നിന്നെ അംഗീകരിക്കാതിരുന്നതിന്, നീ ഉണ്ടെന്ന് പോലും അറിയാതിരുന്നതിന് എന്നോട് ക്ഷമിക്കണം. ഇന്ന് മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കാൻ, നിന്നെ അംഗീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. നീ ഈ ലോകത്ത് സുരക്ഷിതയാണ്. ഞാൻ എന്നും ഇനി നിന്നോടൊപ്പം ഉണ്ടാവും. ഇതിൽ കണ്ണാടിയിലേക്ക് നോക്കി ആ കുഞ്ഞു കുട്ടിയോട് വളരെ സ്നേഹത്തോടെ, നമ്മളൊരു കുഞ്ഞ് 5 to 6 year ഉള്ള ഒരു കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ ലാളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, അതുപോലെ ആ ഒരു സ്നേഹത്തോടെയും വാത്സല്യത്തോടും കൂടി നമ്മൾ സംസാരിക്കും. അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ സുരക്ഷിതയാണ്, ഇങ്ങനല്ല പറയേണ്ടത്. വളരെ സ്നേഹം കൊടുത്തു വേണം നമ്മൾ ആ ഇന്നർ ചൈൽഡിനെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ. ആ ഇന്നർ ചൈൽഡും നിങ്ങളും തമ്മിലുള്ളൊരു ബ്യൂട്ടിഫുൾ റീയൂണിയൻ ഉണ്ട്. അതാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. കാര്യം ആ ഒരു മിസ്സിങ് പാർട്ടാണ് ഇന്നർ ചൈൽഡ് വന്നിട്ട് നിങ്ങളെ ഹീൽ ചെയ്ത്, ഇന്നർ ചൈൽഡിനെ തിരികെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഹാപ്പിനെസ്സും ഒരു എനർജിയും ഒക്കെ അതാണ്. സോ ഐ വിഷ് യു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. Day 8 അമേസിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സോ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വസ്തിയുടെ ഹീലിംഗ് സെഷനുകളിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ,
നമ്മുടെ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇന്ന് ഡേ 8 ആയിട്ടുള്ളൂ, ഇനി നമ്മൾ 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറേ ദിവസങ്ങൾ കിടപ്പുണ്ട്. സെക്കൻഡ് 2 വീക്സ് ഇനി ബാലൻസ് ഉണ്ട്. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതിയ വീഡിയോസും ഐഡിയാസും കണ്ടൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യാൻ രീതിയിലുള്ള വീഡിയോസാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ചെയ്യാൻ പോകുന്നതും. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാകുക. നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെയുണ്ട്. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. അതുപോലെ തന്നെ ഡേ 8 ഇന്നർ ചൈൽഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.